നീണ്ട ഒരു മാസത്തിന് ശേഷം തിരിച്ച് ട്രിവാൻഡ്രം പോവാണ്. എനിക്കില്ലേ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തെ പോകാൻ ഭയങ്കര വിഷമം. കാരണം അവിടെ എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഒറ്റപ്പെടലാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം പോകുന്നതിന് വലിയൊരു റീസൺ ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ഡേ വിത്ത് മീ. ഈ പ്രാവശ്യം ട്രിവാൻഡ്രം പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ട്രിവാൻഡ്രത്ത് എനിക്ക് ആകെയുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളുടെ കല്യാണമാണ്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ നാട്ടിലുണ്ടാവില്ല. അപ്പോൾ അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഫിലിപ്സിൻ്റെ പെട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ബാഗ്. ആ ബാഗ് ഇട്ട് കൊടുക്കാൻ വേണ്ടി റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇവിടെ നോക്കിയിട്ട് ഒരു ബോക്സും ഇല്ല. അങ്ങനെ ഇന്ന് രാവിലെ അമ്മ ഫിലിപ്സിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബോക്സ് കിട്ടി. പിന്നെ നമ്മൾ ഒരു ഫാൻസിയിൽ കയറിയിട്ട് ഇങ്ങനത്തെ ഈ റാപ്പറും വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് റാപ്പറും. പിന്നെ ബോ ഇല്ല, അതും വാങ്ങി. പാക്കൊന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ. പിന്നെ അറിയുന്ന പോലെ അങ്ങോട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഒറ്റക്കാണ് റാപ്പ് ചെയ്തത്. ആദ്യം അമ്മ സഹായിക്കാൻ വന്നു, പക്ഷെ അമ്മയും ഞാനും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അത് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് അത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ റാപ്പ് ചെയ്തു ഗൈസ്. 3 ഷീറ്റ് ഉണ്ടായിരുന്നു. 3 ഷീറ്റ് ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്താണ് റാപ്പ് ചെയ്തത്. കവറിങ്ങൊക്കെ കുറേ സ്ഥലത്തൊക്കെ പുറത്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചൊക്കെ എങ്ങനെയൊക്കെയോ റാപ്പ് ചെയ്ത് സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ വലിയ സമയമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ പുറത്ത് ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നു അമ്മയുടെ കൂടെ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ട്രോളി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പോകുന്നുണ്ടില്ല, 2 ട്രോളി ഉണ്ടായിരുന്നു. കാരണം കല്യാണത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ ട്രോളി ഫുൾ കല്യാണത്തിനുള്ള ഡ്രസ്സും, പിന്നെ മറ്റു ട്രോളിയിൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും, പിന്നെ അല്ലാത്ത കുറച്ച് ഡ്രസ്സ്, പാൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പോകുമ്പോൾ. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗ്, ഈ ഗിഫ്റ്റിൻ്റെ കവർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സോറി, ഈ ഗിഫ്റ്റ് റാപ്പിൻ്റെ ഇടയിൽ കഥ വേറെ വഴി പോയതാണ്, സോറി. അപ്പം ഇതാ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. ഇപ്പം ഓക്കെ ആണല്ലേ, അഡ്ജസ്റ്റൊക്കെ ചെയ്യാം നമുക്ക്. എന്തായാലും ഇതൊക്കെ തുറക്കാനുള്ളതല്ലേ, ഇങ്ങനെ തന്നെ സൂക്ഷിച്ച് വയ്ക്കില്ലല്ലോ, അതാണ് ആകെയുള്ള പ്രതീക്ഷ. അങ്ങനെ രാത്രിയായി കഴിഞ്ഞു. രാത്രിയായപ്പോൾ ഫുൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതാണ് നമ്മൾ പോവാണ്. അച്ഛനും അമ്മയാണ് ഡ്രോപ്പ് ചെയ്യാൻ വന്നത്. ഈ പ്രാവശ്യം ബസ്സിലാണ് പോകുന്നത്, കാരണം ഞാൻ പോകുന്ന ഡേറ്റ് കൺഫേം ചെയ്യാത്തതിനെ കൊണ്ട്. ഇതെനിക്ക് തോന്നുന്നു എൻ്റെ സെക്കൻഡ് ടൈമാണ് ട്രിവാൻഡ്രത്ത് നിന്നും കോഴിക്കോടേക്കുള്ള ഈ ഒരു ബസ് യാത്ര. അപ്പോൾ അങ്ങനെ ഞാനും അച്ഛനും അമ്മയും രാത്രി, എനിക്ക് തോന്നുന്നു ഒരു 10:30 ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, കാരണം 11:30 ആയിരുന്നു ബസ്. അപ്പം നമ്മൾ രാത്രി ഇങ്ങനെ മെല്ലനെ, ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് പോവാം കേട്ടോ. ഞങ്ങൾ അധികം പുറത്തൊക്കെ പോകുമ്പോൾ ഓട്ടോയിലാണ് പോകാറ്. കാർ എടുത്ത് പോകുന്നത് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ പാർക്കിംഗ് ഇഷ്യൂസൊക്കെ വരുന്നതിനെ കൊണ്ട് അധികവും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മൾ പോകാറ്. അച്ഛനെ ബുദ്ധിമുട്ടിക്കാറില്ല. കാർ എടുത്തിട്ടൊക്കെ പോകുന്ന യാത്രകൾ വളരെ കുറവാണ്. ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ, എമർജൻസി സിറ്റുവേഷൻസിലാണ് കാർ എടുക്കാറുള്ളത്. അങ്ങനെ ബസ്സൊക്കെ കയറി. ബസ് കയറുമ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ബസ് വന്ന് അപ്പോൾ തന്നെ വേഗം ലഗേജൊക്കെ കൊടുത്ത് ബസ്സിൽ കയറി. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. സെമി സ്ലീപ്പറാണ്. എനിക്ക് സ്ലീപ്പർ ബസ് തീരെ കംഫർട്ടബിൾ അല്ല, കാരണം എനിക്ക് എന്തോ ഛർദ്ദിക്കാനൊക്കെ വരും. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. കാരണം ഞാൻ വൺസ് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഓൾമോസ്റ്റ് ഒരു 8:30 ആയപ്പം ഞാൻ കഴക്കൂട്ടത്ത് എത്തി. ട്രെയിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 6 സംതിങ് ആകുമ്പോഴേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ ഇത് ലേറ്റായി വന്നതുകൊണ്ടാണ് ലേറ്റായിട്ട് എത്തിയത്. അങ്ങനെ ഇതാ കഴക്കൂട്ടത്തെത്തി. ഞാനിങ്ങനെ ഊബർ ബുക്ക് ചെയ്ത് ഊബറിന് വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്കില്ലേ ട്രിവാൻഡ്രത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഊബർ സർവീസാണ്. നമുക്ക് നാട്ടിലില്ലാത്തതും. നാട്ടിലെപ്പോഴും എന്താ വെച്ചാൽ ഒരു കുറേ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ നമ്പർ ഫോണിൽ സേവ്ഡ് ആയിരിക്കും. അപ്പോൾ എപ്പോൾ പുറത്ത് പോകണമെങ്കിൽ അവരെ വിളിക്കുക ചെയ്യുക. ഇത് പക്ഷേ കുറച്ചും കൂടി ഈസിയാണ്, കാരണം നമ്മുടെ ഫോണിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തായാലും ഒരു അവൈലബിൾ ഡ്രൈവർ ഉണ്ടാവും. അങ്ങനെ അതാ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 1 ഫ്രണ്ട് ഗേറ്റിൽ കൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത്രയും ലഗേജായിട്ടോ പോകുന്നത്, കാരണം അത്യാവശ്യം കുറേ ദിവസത്തെ പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ലഗേജ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 1 ഫ്രണ്ട് ഗേറ്റ്. ട്രിവാൻഡ്രത്ത് ഉള്ളവർക്കൊക്കെ അറിയാൻ മതിയാവും. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലാറ്റിലെത്താനായി. ഫ്ലാറ്റ് ഇവിടെ വളരെ അടുത്താണ്, കാരണം ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഞാൻ വെരി നിയർ ബൈ ഫ്ലാറ്റ് താമസിക്കുന്നത്. അങ്ങനെ ഗൈസ്, ഒരു മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും തിരുവനന്തപുരത്തെത്തി, തലസ്ഥാനത്തെത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഓക്കെ ആട്ടോ, കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല റൂമാണ് എൻ്റെ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ താമസിക്കാനൊക്കെ. ഇവിടെ എത്തിപ്പെടാനുള്ളൊരു വിഷമമാണ്. എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ബോറടിക്കും. ഒറ്റയ്ക്ക് ആവുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ വരും. നാട്ടിലാണെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ എന്നുള്ളൊരു തോട്ടൊക്കെ വരും. അങ്ങനെ അതാ ഒരു മാസത്തിന് ശേഷം നമ്മൾ ട്രിവാൻഡ്രത്ത് തിരിച്ചെത്തി. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ ഡെലിവറി ഞാൻ വരുന്നതിന് മുന്നേ കിട്ടൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് 2-3 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റൂംമേറ്റ്സ് എടുത്ത് വെച്ചിട്ട് ഇവിടെ സോഫയിലും അതിൻ്റെ പരിസരത്തുമായിട്ടൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനതൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി ഗൈസ്. റൂം
കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മാസം യൂസ് ചെയ്യാത്തതല്ലേ. എനിക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും പനി ഉണ്ടായിരുന്നു. അപ്പം എന്നോട് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ക്ലീനിങ്ങിന് വരുന്ന ചേച്ചിയെ കൊണ്ട് തന്നെ റൂമും ബാത്റൂമും കഴുകിപ്പിക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ട് ബാൽക്കണിക്ക് എപ്പോഴും ഭയങ്കര ഡസ്റ്റാണ്. നമ്മൾ ക്ലീൻ ചെയ്യാതെ കണ്ടോ, ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം ക്ലീനിങ് ചേച്ചീനെ വിളിച്ചിട്ട് അവരാണ്, ആ ചേച്ചിയാണ് വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് അത്താത്ത ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ആ പൊടി കൂടി അടിച്ചിട്ട് എൻ്റെ പനി കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൂടുമായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ റൂം. എന്തൊരു സമാധാനം അറിയാം ഇവിടെ ഇരിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ റൂം. അപ്പം ഇന്ന് രാവിലെ തന്നെ ബ്രൈഡൽ ഷവറിന് പോകണമായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ വന്നു, ഡ്രസ്സ് മാറ്റി ഇതാ ബ്രൈഡൽ ഷവറിൻ്റെ സ്ഥലത്തേക്ക് പോയി. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഭയങ്കര ഹറിബറിയായിരുന്നു. അപ്പം തിരിച്ച് വന്നിട്ട് ഞാൻ ബാൽക്കണിയിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണിത്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ഈ സ്കൈ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ റൂമും ബാൽക്കണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് കൊറിയറൊക്കെ തുറക്കണമായിരുന്നു. അപ്പോൾ ഞാനത് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കി. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. കുറച്ച് റോസാപ്പൂക്കളായിരുന്നു എനിക്ക് സംഗീതത്തിനിടാൻ വേണ്ടിയിട്ട്, തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ റോസ് ഫ്ലവർ. ഇത് ആക്ച്വലി അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു. പക്ഷേ ഞാൻ ഇത് ആക്ച്വലി യൂസ് ചെയ്തില്ല. കാരണം എനിക്കന്ന് എൻ്റെ ഹെയർ സ്റ്റൈലിൽ ജസ്റ്റ് ബൺ കെട്ടി വയ്ക്കാൻ തോന്നി. പൂവൊന്നും വെക്കാനുള്ളൊരു ആരോഗ്യമില്ലായിരുന്നു. പനി കുറച്ച സമയത്ത് കൂടി. അതുകൊണ്ട് ഞാൻ പിന്നെ റോസാപ്പൂ ഒന്നും വെച്ചില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് വന്നിട്ട് 2 സാധനങ്ങൾ ഒരുമിച്ചിട്ടാണ് വന്നത്. അതൊന്ന് മേക്കപ്പ് ബ്രഷുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സ്. ഈ ബ്ലൂ കളർ ആക്ച്വലി മേക്കപ്പ് ബ്രഷ് വെക്കാനുള്ളതൊന്നും അല്ല, പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം എൻ്റെ എല്ലാ മേക്കപ്പ് ബ്രഷും നല്ല അടിപൊളിയായിട്ട് അതിനകത്ത് എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റി. പിന്നെ ഇതാണ് സോപ്പ് പെട്ടി. സോപ്പ് ഇട്ടിട്ട് വെക്കാനുള്ള പെട്ടിയാണ്. വെള്ളം ഡ്രെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒക്കെ. സർവീസല്ല, വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അതിനുണ്ട്. അപ്പം ഇതും ഭയങ്കര വർത്തായിരുന്നു. അങ്ങനെ ഈ 2 സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ ഇത് എനിക്ക് അത്യാവശ്യമുള്ള സാധനമായിരുന്നു ബാത്റൂമിലേക്ക്. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. പിന്നെ ഇതാണ് എൻ്റെ മേക്കപ്പ് ബ്രഷ് ഇടാനുള്ള ആ സാധനം. ഇത് ആക്ച്വലി വേറെ എന്തിനാ ശരിക്കും യൂസ് ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും മേക്കപ്പ് ബ്രഷ് ഇടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.